ആദ്യ ജോലിയുടെ ശമ്പളം എത്രയായിരുന്നു ഓർമ്മയുണ്ട്? അത് അറൗണ്ട് 8,000 രൂപയാണ്. 8,000 രൂപയാണ്. ഇന്ന് താങ്കളുടെ സ്ഥാപനത്തിന്റെ വിറ്റുവരവ് എത്രയാണ്? 450 കോടിയോളം. 0007 ആ 7ന് വേണ്ടിയിട്ടൊരു 45.99 46 ലക്ഷത്തോളം മുടക്കി. അതൊരു പ്ലാൻഡ് ആയിട്ടായിരുന്നോ അതോ ആക്സിഡന്റിലായിരുന്നോ? ഞാനതൊരു 7 ലക്ഷമൊക്കെ വരുമ്പോഴത്തേക്കും വിട്ടേക്കാൻ പറഞ്ഞിട്ട് ഞാൻ പോയതാണ്. അപ്പോഴും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത് ഇങ്ങനെ വലിയ സംഭവമാണെന്ന്? ഞാൻ ഓർത്ത് കേരളത്തിൽ ചിലപ്പോൾ ആവുമായിരിക്കും, കാരണം പത്രത്തിൽ വരും ഒരു ലൈൻ, അത്രേ വിചാരിച്ചുള്ളൂ. പക്ഷേ ഇപ്പൊ ഞാൻ ഡൽഹിയിൽ വരെ ആൾക്കാർ അറിയും. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയായി. അപ്പൊ എനിക്ക് തോന്നുന്നു 46 ലക്ഷം രൂപ ഞാൻ അല്ലാതെ മുടക്കിയിരുന്നെങ്കിൽ എന്നെ ഒരു മനുഷ്യനും അറിയത്തില്ല. ഹൗ ഇമ്പോർട്ടന്റ് അത് ഈ സെയിൽസിന് എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട്? സെയിൽസ് ആണ് എവരിതിങ്. കസ്റ്റമറുടെ ഒരു പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ ആയിരിക്കണം ഒരു ബിസിനസ്. വേറൊരു കുഴപ്പമുണ്ട്, ഈ സൊല്യൂഷൻ ലോകത്ത് ഒത്തിരി പേരിലുണ്ട്. അപ്പം വൈ ഈസ് ദാറ്റ് യുവർ സൊല്യൂഷൻ ഇസ് വെരി ഡിഫറെന്റ്? അത് ശരി. അപ്പൊ ഇവിടെ നമ്മൾ ഉറൂസിന്റെ കാര്യം റോൾസ് റോയ്സിന്റെ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. വേണു ഹെലികോപ്റ്റർ വാങ്ങി. ന്യൂസിലാൻഡിൽ പോയപ്പോൾ ആ സമയത്ത് ഈ ഹെലികോപ്റ്റർ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സമൂഹത്തിലേക്ക് എന്തെങ്കിലും നന്മ ചെയ്യണം എന്ന ആഗ്രഹമുള്ളൊരു വ്യക്തി കൂടിയാണ്. താങ്കളുടെ CSRന്റെ ഭാഗമായി സ്കൂളുകളിൽ കുട്ടികളെയൊക്കെ താങ്കൾ സഹായിക്കുന്നുണ്ട്. എന്താണ് അതിൻ്റെ മിഷൻ? വൈ ഷുഡ് ഐ ഹാവ് എ റോൾ മോഡൽ? എനിക്ക് എന്തിനാ റോൾ മോഡൽ? അത് വല്ലാത്ത ചോദ്യമാണ്. വല്ലാത്ത ചോദ്യം. ഞാൻ അന്ന് മനസ്സിലാച്ചു അവനെ ഞാൻ ഹയർ ചെയ്യുക, അവൻ്റെ ജീവിതം ഞാൻ ഐ വിൽ ടേക്ക് കെയർ ഓഫ്. നമുക്ക് അംബാസഡറിൽ നിന്ന് റോൾസ് റോയ്സിലേക്കുള്ള ഒരു ജേർണി നമ്മുടെ പ്രേക്ഷകരെ ഒന്ന് അറിയിച്ചു കൊടുക്കാം.